നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് രാഘവ് ചദ്ദയുടെ നേതൃത്വത്തിൽ രാജ്യസഭാ എം പിമാർ, ആം ആദ്മി പാർട്ടിയുടെ 10 രാജ്യസഭാ എം പിമാരിൽ 7 പേരും BJPയിൽ ചേർന്നത്. തങ്ങൾ BJPയിലേക്ക് ലയിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാജ്യസഭാ അധ്യക്ഷന് എം പിമാർ കത്ത് നൽകുകയായിരുന്നു. മാത്രമല്ല, ഇതിൽ 3 എം പിമാർ വാർത്താ സമ്മേളനം നടത്തി BJPയിലേക്ക് ചേരുന്ന വിവരം അറിയിക്കുകയായിരുന്നു. പിന്നീട് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനുമായി ഈ എം പിമാർ കൂടിക്കാഴ്ച നടത്തുന്നതും നമ്മൾ കണ്ടതാണ്. BJPക്ക് വലിയ രാഷ്ട്രീയ നേട്ടം ഈ എം പിമാർ ചേർന്നതോടുകൂടി അല്ലെങ്കിൽ പാർട്ടിയിലേക്ക് വന്നതോടുകൂടി ഉണ്ടായി എന്ന് നമ്മൾ നേരത്തെ വിലയിരുത്തിയതാണ്. രാജ്യസഭയിലെ അംഗബലത്തിൽ BJPക്ക് വലിയ നേട്ടമുണ്ടായി. പക്ഷേ അതിനേക്കാൾ ഉപരി BJPയുടെ ലക്ഷ്യം പഞ്ചാബ് എന്ന സംസ്ഥാനമാണ് എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഒരു ഉത്തരേന്ത്യൻ പാർട്ടിയാണ് BJP എന്നറിയപ്പെട്ടിരുന്ന കാലഘട്ടമുണ്ടായിരുന്നു. BJP പടർന്ന് പന്തലിച്ചത്, അതിൻ്റെ ആദ്യ നാളുകളിൽ ജനസ്വാധീനം വർദ്ധിപ്പിച്ചത് എല്ലാം ഉത്തരേന്ത്യയിലാണ്. എങ്കിൽ നിരവധി സംസ്ഥാനങ്ങളിൽ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJPക്ക് ഇപ്പോഴും വലിയ സ്വാധീനമുണ്ട്. BJP ഒട്ടുമിക്ക ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും ഭരിക്കുന്ന പാർട്ടിയാണ്. പക്ഷേ പഞ്ചാബിൽ ഇതുവരെ BJPക്ക് തങ്ങളുടെ രാഷ്ട്രീയ അടിത്തറ, രാഷ്ട്രീയമായി സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. കേരളം പോലെ തന്നെ BJPക്ക് ഇതുവരെയും വളർന്നു പന്തലിക്കാൻ കഴിയാത്ത ഒരു സംസ്ഥാനമായി പഞ്ചാബ് ഇപ്പോഴും തുടരുന്നു. 1980 തന്നെ പഞ്ചാബിൽ BJP അക്കൗണ്ട് തുറന്നെങ്കിലും പിന്നീട് ഇങ്ങോട്ട് ഒരു വളർച്ച നേടാൻ BJPക്ക് സാധിച്ചിട്ടില്ല. പഞ്ചാബിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയായ ശിരോമണി അകാലിദളുമായി രാഷ്ട്രീയ സഖ്യം ഉണ്ടായപ്പോൾ മാത്രമാണ് BJPക്ക് ഏതാനും ചില സീറ്റുകൾ നേടാൻ കഴിഞ്ഞത്. 1997 18 സീറ്റുകളും 2007 തെരഞ്ഞെടുപ്പിൽ 19 സീറ്റുകളും 2012 തെരഞ്ഞെടുപ്പിൽ 12 സീറ്റുകളും നേടിയതൊഴിച്ചാൽ 1-2 സീറ്റുകളാണ് BJPക്ക് മറ്റെല്ലാ തെരഞ്ഞെടുപ്പിലും ലഭിച്ചത്. അതുകൊണ്ട് തന്നെ BJPക്ക് വലിയ രാഷ്ട്രീയ സ്വാധീനമുണ്ടാക്കാൻ ഒറ്റയ്ക്ക് പഞ്ചാബിൽ ഇതുവരെ സാധിച്ചിട്ടില്ല. മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിച്ചത് വെറും 2 സീറ്റുകൾ മാത്രമായിരുന്നു. കർഷക സമരമൊക്കെ BJPയുടെ ഒരു അടിത്തറ അല്ലെങ്കിൽ BJPയുടെ ഒരു വളർച്ച പഞ്ചാബിൽ തടഞ്ഞു നിർത്തിയെന്ന് മാത്രമല്ല, വലിയ രീതിയിലുള്ള BJP വിരുദ്ധ വികാരമൊക്കെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ പഞ്ചാബിൽ ഉണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ ഒരു കോട്ടയായി പഞ്ചാബ് എപ്പോഴും തുടർന്നിരുന്ന സമയമാണ്. നമുക്കറിയാം, തൊട്ടു മുന്നത്തെ, അതായത് ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വരുന്നതിൻ്റെ തൊട്ടു മുന്നത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആണ് വിജയിച്ചത്. കോൺഗ്രസിന് 77 സീറ്റുകൾ ഉണ്ടായിരുന്നു. ആ കോൺഗ്രസ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 16 സീറ്റുകളിലേക്ക് ഒതുങ്ങുകയും 94 സീറ്റുകൾ നേടി ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ വലിയ ചലനം സൃഷ്ടിക്കുകയും ചെയ്തു. ദില്ലിയിൽ മാത്രം അധികാരമുണ്ടായിരുന്ന ആം ആദ്മി പാർട്ടി ആദ്യമായി അധികാരം നേടുന്ന മറ്റൊരു സംസ്ഥാനമായി പഞ്ചാബ് മാറി. പഞ്ചാബിലേക്ക് ആം ആദ്മി പാർട്ടിയുടെ സ്വാധീനം വർദ്ധിച്ചത് വളരെ പെട്ടെന്നായിരുന്നു. വളരെ പെട്ടെന്ന് ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ വളരുകയായിരുന്നു. കോൺഗ്രസ് വിരുദ്ധ തരംഗങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു ഭരണവിരുദ്ധ വികാരം മുഴുവൻ 5 വർഷം കൊണ്ട് കോൺഗ്രസ് അവിടെ സൃഷ്ടിച്ചെടുത്ത ഭരണവിരുദ്ധ വികാരം അത് മുഴുവൻ ആം ആദ്മി പാർട്ടിക്ക് ഒരു അനുകൂല ഘടകമായി മാറുകയായിരുന്നു. ഏറെക്കാലം പഞ്ചാബ് ഭരിച്ച ശിരോമണി അകാലിദളിന് പോലും ആ ഭരണവിരുദ്ധ വികാരം മുതലാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ പെട്ടെന്നുള്ള ഒരു വളർച്ചയിലാണ് ആം ആദ്മി പാർട്ടി 94 സീറ്റുകൾ നേടിക്കൊണ്ട് പഞ്ചാബിൽ ഭരണത്തിലെത്തിയത്. എന്നാൽ ആം ആദ്മി പാർട്ടി സർക്കാരിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആം ആദ്മി പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായി എന്ന വാർത്തകൾ വന്നിരുന്നതാണ്. അതായത് ദേശീയ തലത്തിൽ ആം ആദ്മി പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിൽ തന്നെ വലിയ പ്രശ്നങ്ങളുണ്ടായി. അഴിമതിക്കെതിരെ എന്ന രീതിയിൽ, അഴിമതിക്കെതിരായുള്ള പോരാട്ടം എന്ന രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ സുപ്രീം ലീഡർ എന്ന് പറയുന്ന അരവിന്ദ് കെജ്രിവാൾ തന്നെ രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു അഴിമതി കേസിൽ പെടുകയായിരുന്നു. 100 കോടി രൂപയാണ് ഈ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് കൈക്കൂലി വാങ്ങിയത് എന്നാണ് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയത്. ഇതിൻ്റെ ഭാഗമായി കള്ളപ്പണ കേസിലൊക്കെ കുടുങ്ങി അരവിന്ദ് കെജ്രിവാളും ദില്ലിയുടെ ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയയും എല്ലാം ജയിലിൽ പോകുന്നത് നമ്മൾ കണ്ടതാണ്. ഇതെല്ലാം ആം ആദ്മി പാർട്ടിയുടെ സംഘടനാ അടിത്തറയെ വലിയ രീതിയിൽ ബാധിച്ചു. ആം ആദ്മി പാർട്ടിയുടെ ജനകീയ അടിത്തറ മാത്രമല്ല, സംഘടനാ അടിത്തറയെയും ബാധിച്ചു. പഞ്ചാബിലെ ആ പാർട്ടി അത് വലിയ രീതിയിൽ ബാധിച്ചിരുന്നു. MLA-മാർ വലിയ രീതിയിൽ റിബലുകളായി മാറുന്ന സാഹചര്യമുണ്ടായി. ഇതെല്ലാം BJP സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇപ്പോഴിതാ
ഈ രാഘവ് ചദ്ദയും സംഘവും രാജ്യസഭാംഗങ്ങളായിരുന്ന രാഘവ് ചദ്ദയും സംഘവും BJPയിലേക്ക് വന്നതോടുകൂടി പഞ്ചാബിലേക്ക് ഒരു വൈൽഡ് കാർഡ് എൻട്രിക്ക് BJPക്ക് അവസരം ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ലഭിക്കുന്ന സൂചന അനുസരിച്ച് ഏതാണ്ട് 63 MLAമാർ രാഘവ് ചദ്ദയ്ക്ക് പിന്തുണ അറിയിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് എന്നാണ് സൂചന. 63 MLAമാർ എന്ന് പറയുമ്പോൾ 2 MLAമാരാണ്. ഒരു പാർട്ടിക്ക് നിയമസഭയിലുള്ള അല്ലെങ്കിൽ പാർലമെൻറ്റിലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും നിയമനിർമ്മാണ സഭയിലുള്ള അംഗബലത്തിൻ്റെ 2 MLAമാർ 2 അംഗങ്ങൾ കൂറുമാറിയാൽ കൂറുമാറ്റ നിരോധന നിയമമൊന്നും പ്രാബല്യത്തിൽ വരില്ല. അതുകൊണ്ട് തന്നെ 63 MLAമാർ രാഘവ് ചദ്ദയ്ക്ക് പിന്നിൽ അണിനിരക്കുന്നു. അവർ BJPയിലേക്ക് വരാൻ പോകുന്നു എന്ന സൂചന തീർച്ചയായും വലിയ ഒരു BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെ അവർ പഞ്ചാബിൽ നടത്തി എന്ന് പറയേണ്ടി വരും. കാരണം MLAമാരാണ്, 63 MLAമാരാണ്, 1-2 MLAമാരല്ല. ഒരു പാർട്ടി ഒന്നടങ്കം BJPയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം രാജ്യസഭയിലാണ് അത് സംഭവിച്ചതെങ്കിൽ ഇപ്പോൾ പഞ്ചാബ് നിയമസഭയിലും അത് സംഭവിക്കാൻ പോകുന്നു എന്ന സൂചനകൾ വരികയാണ്. 43 MLAമാർ നേരത്തെ തന്നെ രാഘവ് ചദ്ദയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് കഴിഞ്ഞു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇപ്പോൾ അത് 63ആയി മാറുകയാണ്. അതായത് 3-2 എന്ന കണക്ക് വളരെ കൃത്യമായി അവിടെ പാലിക്കപ്പെട്ടിരിക്കുന്നു. പഞ്ചാബ് നിയമസഭ നമുക്കറിയാം 117 അംഗ നിയമസഭയാണ് പഞ്ചാബിലുള്ളത്. 59 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. ഇവിടെ 2 സീറ്റുകൾ BJPക്ക് നേരത്തെ തന്നെയുണ്ട്. 63 പേർ കൂടി വരികയാണ് എന്ന് പറഞ്ഞാൽ അവിടെ കേവല ഭൂരിപക്ഷം കഴിഞ്ഞ് വ്യക്തമായ ഭൂരിപക്ഷത്തിലേക്ക് BJP സംഘം മാറും എന്നാണ് ഈ 63 പേർ BJPയിലേക്ക് വന്നാൽ ഉണ്ടാവുക. തീർച്ചയായും മറ്റൊരു സംസ്ഥാനം കൂടി BJPയുടെ ഭരണത്തിലേക്ക് പോകും. ഒരുപക്ഷെ ഓപ്പറേഷൻ താമര എന്ന് വിളിക്കപ്പെടുന്ന ആ പ്രതിഭാസം ഏറ്റവും വലിയ രീതിയിൽ ഏറ്റവും തീവ്രമായി നടപ്പാക്കപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് പഞ്ചാബ്. കാരണം മറ്റ് സംസ്ഥാനങ്ങൾ BJPക്ക് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ ഭരണം നഷ്ടപ്പെട്ടു പോയ സംസ്ഥാനങ്ങൾ, BJPക്ക് ശക്തമായ രാഷ്ട്രീയ അടിത്തറയുള്ള സംസ്ഥാനങ്ങൾ, ഇവിടങ്ങളിലൊക്കെയാണ് 1-2 അല്ലെങ്കിൽ 10-ലധികം MLAമാരൊക്കെ ഇങ്ങനെ കൂറുമാറി പാർട്ടിയിലേക്ക് വരുന്നതും അവിടെ ഓപ്പറേഷൻ താമര നടപ്പാക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് മധ്യപ്രദേശിലും രാജസ്ഥാനിലും കർണാടകയിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇതിപ്പോൾ പഞ്ചാബിൽ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വളരെ തീവ്രമായ ഓപ്പറേഷൻ താമര എന്ന് മാത്രമേ പറയാൻ കഴിയൂ. പാർട്ടിക്കുള്ളത് 2 സീറ്റുകളാണ് നിയമസഭയിൽ. അതിതാ 65ലേക്ക് ഉയരാൻ പോകുന്നു. 63 ആം ആദ്മി പാർട്ടി അംഗങ്ങൾ BJPയിലേക്ക് വരാൻ പോകുന്നു എന്ന സൂചന അത് തീർച്ചയായും വലിയ രാഷ്ട്രീയ സുനാമി തന്നെയാണ്. പഞ്ചാബിൽ ഒരു വലിയ രാഷ്ട്രീയ സുനാമി തന്നെ തീർക്കുകയാണ് BJP. കർഷക സമരം കാരണം വലിയ തിരിച്ചടി BJPക്ക് പഞ്ചാബിൽ നേരിട്ടിരുന്നു. നേരത്തെ ശിരോമണി അകാലിദളുമായി സഖ്യമുണ്ടാക്കി മത്സരിക്കുമ്പോൾ ഏതാനും സീറ്റുകൾ പഞ്ചാബിൽ ലഭിച്ചിരുന്നു എന്നതൊഴിച്ചാൽ, ഒരുപക്ഷെ മന്ത്രിസ്ഥാനമടക്കം BJPക്ക് അവിടെ ലഭിച്ചിരുന്നു എന്നതൊഴിച്ചാൽ പഞ്ചാബിൽ ഒരു കാലഘട്ടത്തിലും BJPക്ക് ഒരു നിർണായക ശക്തിയായി മാറാൻ കഴിഞ്ഞിരുന്നില്ല. പഞ്ചാബ് ഒരു കാലഘട്ടത്തിലും BJPക്ക് അല്ലെങ്കിൽ BJPയുടെ പ്രത്യയശാസ്ത്രത്തിന് നിന്നുകൊടുക്കാത്ത ഒരു സംസ്ഥാനമാണ്. കേരളം പോലെ തന്നെ BJPയെ അകറ്റി നിർത്തിയിരുന്ന ഒരു സംസ്ഥാനമാണ് പഞ്ചാബ്. ആ പഞ്ചാബിലേക്കാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ പ്രകാരം, കാരണം ഈ 63 അംഗങ്ങളും ഇതുവരെ വ്യക്തമായി BJPയിലേക്ക് വരുന്നു എന്ന വാർത്ത സ്ഥിരീകരിച്ചിട്ടില്ല. ഇപ്പോൾ തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനിൻ്റെ നേതൃത്വത്തിൽ MLAമാർ രാഷ്ട്രപതിയെ കാണാൻ പോകുന്നു എന്ന സൂചന നേരത്തെ വന്നിരുന്നു. രാഷ്ട്രപതി ഭവനോട് MLAമാർക്കും മുഖ്യമന്ത്രിക്കും രാഷ്ട്രപതിയെ കാണാനുള്ള സമയം അനുവദിക്കണം എന്ന് ആം ആദ്മി പാർട്ടി അഭ്യർത്ഥിച്ചിരുന്നു. അത് ആം ആദ്മി പാർട്ടിയുടെ മറ്റൊരു തന്ത്രമായിട്ടാണ് നേരത്തെ വിലയിരുത്തപ്പെട്ടിരുന്നത്. അതായത് MLAമാരൊന്നും കൊഴിഞ്ഞു പോകുന്നില്ല എന്ന ഒരു സന്ദേശം നൽകാനാണ് ആം ആദ്മി പാർട്ടി അതിലൂടെ ശ്രമിച്ചത് എന്ന് തോന്നുന്നു. എന്തായാലും ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രിക്കും പഞ്ചാബ് മുഖ്യമന്ത്രിക്കും MLAമാർക്കും രാഷ്ട്രപതി കാണാനുള്ള സമയം ഇതുവരെ നൽകിയിട്ടില്ല. അതിനിടയിലാണ് രാഷ്ട്രീയ നീക്കങ്ങൾ ത്വരിതഗതിയിൽ പഞ്ചാബിൽ നടക്കുന്നത് എന്നാണ് സൂചന. നേരത്തെ പറഞ്ഞതുപോലെ MLAമാരെ റിസോർട്ടിൽ ഒളിപ്പിക്കുക, അങ്ങനെയുള്ള വലിയ പ്രകടനങ്ങൾ അല്ലെങ്കിൽ പുറമെ ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ അന്തരീക്ഷമൊന്നും പഞ്ചാബിലില്ല. പക്ഷേ അതീവ രഹസ്യമായി കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇപ്പോൾ 63 MLAമാർ BJPയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ അത് ആം ആദ്മി പാർട്ടിയുടെ പൂർണ്ണമായ തകർച്ചയായിരിക്കും. ദില്ലിയിൽ ഉദയം ചെയ്ത പാർട്ടി
പാർട്ടി ദില്ലിയിൽ അസ്തമിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷേ പഞ്ചാബിൽ അപ്പോഴും സർക്കാർ ഉണ്ടായിരുന്നു. പക്ഷേ ആ പഞ്ചാബിലെ സർക്കാർ കൂടി ഇപ്പോൾ അസ്തമിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് അരവിന്ദ് കെജ്രിവാളിനും സംഘത്തിനും ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാൾ നേരിട്ട് പഞ്ചാബിലെ MLA-മാരുമായി ചർച്ച നടത്തുകയാണ് എന്നാണ് സൂചന. മാത്രമല്ല, ഈ സമൂഹ മാധ്യമങ്ങളിലടക്കം അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒരു പഴയ വീഡിയോ പ്രചരിക്കുന്നുണ്ട്. ആ വീഡിയോ എന്ന് പറഞ്ഞാൽ 2026 പൂർത്തിയാക്കില്ല നരേന്ദ്രമോദിയും അമിത്ഷായും എന്നാണ് ആ വീഡിയോയിൽ അരവിന്ദ് കെജ്രിവാൾ പറയുന്നത്. അമിത്ഷായുടെയും അതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെയും കാലഘട്ടം അവസാനിക്കാൻ പോവുകയാണ്, 2024 അവരുടെ ഭരണം തകരും എന്നൊക്കെയാണ് അന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് തകർന്നടിയുന്നത് ആര് എന്നാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതിലൂടെ സമൂഹ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. നരേന്ദ്രമോദിക്കും അതുപോലെ തന്നെ അമിത്ഷായ്ക്കുമെതിരെ ഒട്ടനവധി ആരോപണങ്ങളടക്കം നേരത്തെ അരവിന്ദ് കെജ്രിവാൾ ഉന്നയിച്ചിരുന്നു. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് MLA-മാരെയും MP-മാരെയും BJP ഭീഷണിപ്പെടുത്തുകയാണെന്നും പണമെറിഞ്ഞ് MLA-മാരെ വിലയ്ക്ക് വാങ്ങുകയാണ് എന്നും ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും ഇതിനോടകം തന്നെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ BJP അതിൻ്റെ പ്രത്യക്ഷത്തിലല്ല എങ്കിൽ കൂടി പഞ്ചാബ് സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ കരുനീക്കങ്ങൾ നടത്തുന്നുണ്ട്. ബംഗാളിൽ വലിയ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അടക്കം നേരിട്ട് ബംഗാളിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് BJP-യുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഈ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് 29-ന് നടക്കും. അതിനുശേഷം പഞ്ചാബിൽ വലിയ രാഷ്ട്രീയ മാറ്റം ഉണ്ടാകും എന്നാണ് ലഭിക്കുന്ന സൂചന. ആ രാഷ്ട്രീയ മാറ്റം മുന്നിൽ കണ്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ അടക്കം രാഷ്ട്രപതിയെ കാണാനായിട്ടുള്ള ഒരു അപ്പോയിൻമെൻറ്റ് അല്ലെങ്കിൽ രാഷ്ട്രപതിയെ കാണാൻ സമയം ചോദിച്ചിരിക്കുന്നത്. ദില്ലിയിലും പഞ്ചാബിലുമായി വലിയ രാഷ്ട്രീയ നാടകങ്ങൾ നടക്കുകയാണ്. ഈ രാഘവ് ചദ്ദ അദ്ദേഹം പഞ്ചാബിലെ ജനങ്ങളെ വഞ്ചിച്ച ട്രൈറ്ററാണ് എന്നൊക്കെ ആം ആദ്മി പാർട്ടി കഴിഞ്ഞ ദിവസം ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ ആം ആദ്മി പാർട്ടിയിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ അപ്രമാദിത്വമാണ് നടപ്പിലാകുന്നതെന്നും അവിടെ നേതാക്കളുടെ വികാരങ്ങൾക്ക് അല്ലെങ്കിൽ നേതാക്കളുടെ അഭിപ്രായങ്ങൾക്ക് യാതൊരു വിലയുമില്ലെന്നും ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാളിൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് ഏകാധിപതിയെ പോലെ മുന്നോട്ട് പോവുകയാണ് എന്നുമാണ് ഈ പുറത്തു വന്ന MP-മാർ ആരോപിച്ചത്. ദില്ലി മുഖ്യമന്ത്രി രേഖ ഗുപ്തയും ആ ആരോപണം ഇന്നലെ ഉന്നയിച്ചിരുന്നു. ഇപ്പോഴിതാ പഞ്ചാബിലും പൊട്ടിത്തെറി നടക്കുമ്പോൾ വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയെ നേരിടുകയാണ് ആം ആദ്മി പാർട്ടി. ഒപ്പം BJP തങ്ങൾക്ക് ഒട്ടും സ്വാധീനമില്ലാത്ത സംസ്ഥാനത്ത് ഒരു വലിയ രാഷ്ട്രീയ ചുവടുവയ്പും നടത്തുകയാണ്.